ജോസ് കെ മാണി എം പി നയിക്കുന്ന LDF മധ്യമേഖലാ വികസന മുന്നേറ്റ ജാഥ ഇടുക്കി ജില്ലയിൽ പര്യടനം പൂർത്തിയാക്കി എറണാകുളം ജില്ലയിൽ പ്രവേശിച്ചു. 2 ദിവസങ്ങളിൽ 5 മണ്ഡലങ്ങളിലായി നീണ്ടുനിന്ന യാത്രയിൽ പതിനായിരങ്ങളാണ് ജാഥയെ വരവേറ്റത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വികസന മുന്നേറ്റം വിളംബരം ചെയ്തുകൊണ്ട് ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിച്ച വികസന മുന്നേറ്റ ജാഥയെ പതിനായിരങ്ങളാണ് ജില്ലയിൽ ആകമാനം വരവേറ്റത്. ആദ്യ ദിനം ജാഥയെ കാത്തിരുന്ന വൻ ജനസഞ്ചയത്തെ സാക്ഷിയാക്കി പീരുമേട് മണ്ഡലത്തിലെ സ്വീകരണം, വണ്ടിപ്പെരിയാറും ഉടുമ്പൻചോല മണ്ഡലത്തിലെ സ്വീകരണം നെടുംകണ്ടത്തും നടന്നു. 2ാം ദിനം രാവിലെ 8:30 ജില്ലയിലെ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി സാമൂഹിക, സാംസ്കാരിക, മതരാഷ്ട്രീയ സംഘടനാ നേതാക്കൾ പങ്കെടുത്ത സൗഹൃദ സദസ്സോടെയാണ് അടിമാലിയിൽ നിന്നും പര്യടനം ആരംഭിച്ചത്. ശേഷം ദേവികുളം മണ്ഡലത്തിലെ സ്വീകരണ വേദിയായ അടിമാലിയിൽ പതിനായിരങ്ങൾ ജാഥയ്ക്ക് ഉജ്ജ്വല വരവേൽപ്പേകി. ഇടുക്കി മണ്ഡലത്തിലെ ചെറുതോണിയായിരുന്നു 2ാമത്തെ സ്വീകരണ കേന്ദ്രം. LDF സംഘടനാ ശക്തി വിളിച്ചോതുന്നതായിരുന്നു തടിച്ചുകൂടിയ ജനക്കൂട്ടം. വൻ ജനാവലിയാണ് വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ജാഥയെ വരവേറ്റത്. ശേഷം ജില്ലയിലെ അവസാന സ്വീകരണ വേദിയായ തൊടുപുഴയിലും പ്രൗഢഗംഭീരമായ സ്വീകരണമായിരുന്നു ജാഥയ്ക്ക് നൽകിയത്. ഇടുക്കി ജില്ലയിൽ ആകമാനം കഴിഞ്ഞ 10 വർഷ കാലയളവിൽ വികസന മുന്നേറ്റമുണ്ടായപ്പോൾ തൊടുപുഴയിൽ വികസന സ്തംഭനമാണ് ഉണ്ടായതെന്ന് ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണി കുറ്റപ്പെടുത്തി. കേരളത്തിന്റെ വികസന മുന്നേറ്റം തുടരുവാൻ ഇടതുപക്ഷത്തിന്റെ തുടർ ഭരണമാണ് നാടിനാവശ്യമെന്നും ജോസ് കെ മാണി പറഞ്ഞു. 2 ദിവസങ്ങളിലായി പ്രൗഢഗംഭീരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ജാഥ വൈകിട്ട് 7 മണിയോടെ എറണാകുളം ജില്ലയിൽ പ്രവേശിച്ചു. കൈരളി ന്യൂസ്, ഇടുക്കി.